ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എ സി ഓൺ ചെയ്ത് ഉറങ്ങാൻ കിടക്കുകയാണ് കണ്ണൻ. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എ സിയിൽ നിന്നുള്ള വിഷവാതകം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു. ഉണ്ണിയും കരുണയും കണ്ണൻ ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചു എന്ന വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ ഉണ്ണി ഉറപ്പിക്കുന്നു. ഇതേസമയം കരുണ പറയുന്നുണ്ട്, കണ്ണനും ലക്ഷ്മിക്കും ഈശ്വരന്മാർ തുണയുണ്ട്. മാത്രമല്ല, പൂജാമുറിയിൽ വെച്ച് മഹാലക്ഷ്മി പൂജിച്ചാരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹവും ജീവൻ തുടിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയപ്പെടുമ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയില്ലേ, ഒരു ദൈവങ്ങളും അയാളെ തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെ കടുത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന കണ്ണനാണെങ്കിൽ ഒരു വിധത്തിൽ വീൽ ചെയറിലിരുന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഉണ്ണി വാതിൽ തുറക്കട എന്ന് പറഞ്ഞുകൊണ്ട് മുറിയുടെ വാതിൽ തട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കണ്ണൻ്റെ ശബ്ദം കേട്ടിട്ടും ഉണ്ണിയോ കരുണയോ വന്ന് വാതിൽ തുറക്കുന്നില്ല. ഇതേ സമയം ദുർഗ വരുന്നുണ്ട്. കണ്ണൻ ശ്വാസം മുട്ടി പിടയുന്നത് കാണുന്ന ദുർഗയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. തുടർന്ന് ഉണ്ണിയോട് വാതിൽ തുറക്കാൻ പറഞ്ഞ് കതലുകൾ തട്ടുന്നു. എന്തായാലും അമ്മയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഉണ്ണി വേഗം തന്നെ വാതിൽ തുറക്കുന്നുണ്ട്. തുടർന്ന് എത്രയും പെട്ടെന്ന് കണ്ണൻ മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് ഉണ്ണിയോട്. എന്തായാലും ദുർഗ പറയുന്നതിനോട് മുഖം തിരിച്ചു കഴിഞ്ഞാൽ താനാണ് ഇതിന് മുന്നിൽ എന്നുള്ള കാര്യം ദുർഗയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് ഉണ്ണി. എങ്കിലും മനഃപൂർവ്വം സമയമെടുക്കുകയാണ്. കണ്ണനെ കാറിൽ കയറ്റുകയും വീൽ ചെയറിലെടുത്ത് ഡിക്കിയിൽ വെക്കുകയൊക്കെ ചെയ്യുന്നത്. സമയം വൈകും തോറും കണ്ണൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഉണ്ണിക്ക് നന്നായിട്ടറിയാം. വേഗം കണ്ണൻ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോടാ എന്ന് ദുർഗ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണി കണ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നു. ഏതായാലും കണ്ണൻ മോനെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ടാകാൻ, നീ ഫുഡിൽ എന്തെങ്കിലും കലർത്തി അവന് കൊടുത്തോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അതിന് കണ്ണേട്ടന് വയറിനല്ല പ്രോബ്ലം, ശ്വാസം മുട്ടലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കരുണ. അങ്ങനെ ഉണ്ണി വഴിക്ക് വെച്ച് വണ്ടി നിർത്തുകയും കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്നെല്ലാം കണ്ണനോട് കള്ളം പറയുകയും ചെയ്യുന്നു. കണ്ണനാണെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ കിടന്ന് പെടയാണ്. ഉണ്ണി എന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക്, എന്തെങ്കിലും ചെയ്യാനൊക്കെ കണ്ണൻ നിലവിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഉണ്ണി കണ്ണൻ്റെ മരണ വെപ്രാളം കണ്ട് ആസ്വദിച്ചു കൊണ്ട് തന്നെ നിൽക്കുന്നു. സിദ്ധിയായ അമ്മയ്ക്കാണെങ്കിൽ കണ്ണൻ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തുടർന്ന് നീ വഴിയരികിൽ പോയി നിൽക്കണമെന്നും നിന്നെക്കൊണ്ട് ചിലപ്പോൾ ആവശ്യം വരുമെന്നെല്ലാം സിദ്ധിയായിട്ടുള്ള അമ്മ മാർക്കോയോട് പറയുന്നു. കണ്ണനാണെങ്കിൽ വേറെ വഴിയില്ലാതെ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കണ്ണൻ നടക്കുന്നത് നേരിൽ കാണുന്ന ഉണ്ണി ഞെട്ടിവിറയ്ക്കുന്നു. തുടർന്ന് കണ്ണൻ വീണ്ടും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ണിയോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും എന്തായാലും കണ്ണൻ നടന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം തങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളും. അതുകൊണ്ടുകൂടി തന്നെ കണ്ണനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ ദേഷ്യത്തിൽ ഉണ്ണി ചെയ്യുന്നത്. ഇതേസമയം മാർക്കോയും ലോപ്പസും കൂടി വരുന്നുണ്ട്. തുടർന്ന് ലോപ്പസ് അവശനായ കണ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ശേഷം മാർക്കോ ഉണ്ണിയോട് ബൈക്ക് എടുക്കാനും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വിടാനും പറയുന്നു. എന്തായാലും മാർക്കോയെ കാണുമ്പോൾ തന്നെ ഉണ്ണിയുടെ പകുതി ജീവൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കോ പറഞ്ഞത് അനുസരിക്കുക മാത്രമേ ഉണ്ണിക്ക് നിവർത്തിയുള്ളൂ. ഏതായാലും കണ്ണനെ ശ്വാസം മുട്ടിച്ച് ഈ ഒരു ശ്വാസം മുട്ടലുണ്ടാക്കിയതിന് പിന്നിൽ ഉണ്ണിയുടെ എന്തോ ഒരു ചതിയാണെന്ന് തന്നെ മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്കാണ് ഉണ്ണിയും കൊണ്ടുപോകുന്നത്. അവിടെയിട്ട് ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. സ്വന്തം ചോരയായിട്ടും ഒരേ അച്ഛന് പിറന്നിട്ടും സ്വന്തം ഏട്ടനെ കൊല്ലാൻ നോക്കിയതിന് കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ ഉണ്ണിക്കും. തുടർന്ന് കണ്ണൻ സാർ നടന്നു തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയെന്നും, പക്ഷേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ മരിക്കുന്നതിന് തുല്യമല്ലേ, അതുകൊണ്ടാണ് നിന്നെയൊന്നും ഇതുവരെ അതറിയിക്കാതിരുന്നതെന്നും ഇനി എന്തായാലും കണ്ണൻ സാറ് വീൽ ചെയറിൻ്റെ സഹായമൊന്നുമില്ലാതെ നടക്കട്ടെ, എല്ലാവരുടെയും മുന്നിൽ കൂടി നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും അവിടെ എത്തി കണ്ണൻ സാറിൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടെന്നറിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാകില്ല എന്നും മാർക്കോ പറയുന്നുണ്ട്. ഏതായാലും കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ കണ്ണൻ്റെ ജീവന് ആപത്തൊന്നും ഇല്ല എന്നുള്ള കാര്യം ഡോക്ടർ ലോപ്പസിനെ അറിയിക്കുന്നു. ഇതേസമയം മാർക്കോയും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കണ്ണൻ സാറ് അപകടനില തരണം ചെയ്തു എന്നറിയുമ്പോൾ മാർക്കോയ്ക്കും വല്ലാത്തൊരു ആശ്വാസമാവുന്നുണ്ട്. ഏതായാലും ഇങ്ങനൊരു ക്രൂരത കണ്ണൻ സാറിനോട് ചെയ്തതിന് അവൻ്റെ അമ്മയും ഭാര്യയൊക്കെ ഞെട്ടുന്ന രീതിയിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ തന്നെ മാർക്കോ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം ദുർഗയ്ക്കാണെങ്കിൽ ഉണ്ണിയാണ് കണ്ണനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നോർത്ത് വല്ലാത്തൊരു ടെൻഷനാണ്. കണ്ണനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാണ് ഉണ്ണി എന്നുള്ള കാര്യം മറ്റാരേക്കാളും ദുർഗയ്ക്ക് നന്നായിട്ട് അറിയാം. ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കാണും അമ്മേ എന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയാണ് കരുണ ചെയ്യുന്നത്. അയാൾ തീർന്നു കിട്ടിയെന്നുള്ളൊരു വാർത്തയും കൊണ്ടായിരിക്കണം ഉണ്ണിയേട്ടൻ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ കരുണ മനസ്സിൽ.
കണ്ണൻമോൻ ഹോസ്പിറ്റലിൽ എത്തിക്കാണോ? ഒരു സമാധാനവും ഇല്ലല്ലോ ദൈവമേ. ആ മാർക്കോയെ ഒന്ന് വിളിച്ചു നോക്കാം. മാർക്കോ ഉണ്ടെങ്കിൽ അത് കണ്ണനും ഒരു സഹായമായിരിക്കും. ഉണ്ണി ഒരു മണ്ടനാണ്, അവനെക്കൊണ്ട് ഒന്നിനും കഴിവില്ല, അതാണ് എൻ്റെ പേടി എന്നെല്ലാം ദുർഗ പറയുന്നു. മാർക്കോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ കരുണ. കാരണം മാർക്കോയെ എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ കണ്ണൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം കരുണയ്ക്ക് ഉറപ്പാണ്. തുടർന്ന് അതൊന്നും വേണ്ടാമേ, ഉണ്ണിയേട്ടൻ കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കാണുമെന്ന് പറയുമ്പോൾ അതിന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? കണ്ണനോട് ഏറ്റവും അധികം പകയുള്ളത് ഉണ്ണിക്കാണ്. ഇനി അവൻ കണ്ണനെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നാണ് എൻ്റെ പേടി. കണ്ണൻ സ്വന്തം ഏട്ടനാണെങ്കിലും സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്തു കളയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ഭയപ്പെടുന്നു. ഏതായാലും ദുർഗ മാർക്കോയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. പിന്നീട് കണ്ണന് ബോധം തെളിയുന്നുണ്ട്. ഇനി പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം ഡോക്ടർ വന്ന് അറിയിച്ചതിനെ തുടർന്ന് മാർക്കോ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശേഷം കണ്ണൻ സാറിന് ഇങ്ങനൊരു ശ്വാസം മുട്ടൽ പെട്ടെന്നുണ്ടായതല്ല എന്നും അതിന് പിന്നിൽ ഉണ്ണിയാണ്, അവനാണ് കണ്ണൻ സാറിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കെണി മുറിയിൽ ഒരുക്കി വെച്ചിരുന്നത് എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ കണ്ണന്. സ്വന്തം ഏട്ടനാണെന്ന് പോലും ഓർക്കാതെയാണ് അവനീ ക്രൂരത ചെയ്തത്. കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും അവൻ ഇതിനു മുൻപും പല ക്രൂരതകൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവനെ വെറുതെ വിട്ടത് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇത്തവണ അവനെ എന്ത് ചെയ്താലും കണ്ണൻ സാർ അതിൻ്റെ പേരിൽ എന്നെ വിമർശിക്കാൻ പാടില്ല എന്ന് മാർക്കോ പറയുമ്പോൾ ഒരിക്കലും ഇല്ല മാർക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് കണ്ണൻ പറയുന്നു. ഏതായാലും കണ്ണൻ്റെ അനുമതി കൂടി കിട്ടിയതോടെ മാർക്കോ നേരെ ഉണ്ണിയെ കൈകാര്യം ചെയ്യാനായിട്ട് അവനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയെ നല്ല രീതിയിൽ തന്നെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് കണ്ണനോടും മഹാലക്ഷ്മിയുടെ ഒക്കെ ചെയ്തതിന് എല്ലാത്തിനും കൂടി ചേർത്താണ് മാർക്കോ ഉണ്ണിയെ അവിടെയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ആ ഗൂഢാലോചനയെക്കുറിച്ചും താത്ത പറയുന്നത് പോലെ ഉണ്ണിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അതുമാത്രമല്ല കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ള ഒരു കാര്യം മരണത്തിന് തുല്യമാണ് ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇനി അവൻ വീൽ ചെയറിൽ നടക്കട്ടെ, വീൽ ചെയറിലിരുന്ന് നിരങ്ങട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഉണ്ണിയുടെ കാലുകൾ രണ്ടും അടിച്ചൊടിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. ഇതേ സമയം കരുണയാണെങ്കിൽ മനക്കോട്ട കെട്ടി കാത്തിരിക്കുകയാണ്. അയാളിപ്പോൾ തീർന്നു കാണുമോ, ഇന്നത്തോടെ എല്ലാവരുടെയും അഹങ്കാരം അവസാനിച്ചു എന്നെല്ലാം ആലോചിച്ച് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇടിച്ച് പഞ്ചറാക്കിയ നിലയിൽ ഉണ്ണിയെയും കൊണ്ട് മാർക്കോ വരുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്കാണെങ്കിലും അത് കണ്ട് നീ എന്താ മാർക്കോ ഇവൻ ഈ നിലയിലാക്കിയത്, കണ്ണൻമോൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഉണ്ണിയാണല്ലോ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അഭിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറയാം, കണ്ണൻ സാറിന് ശ്വാസം മുട്ടലുണ്ടായത് അത് വെറുതെ സംഭവിച്ചതൊന്നല്ല. നിങ്ങളുടെ ഈ മോനാണ് കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് കെണിയൊരുക്കിയത്. നിങ്ങളുടെ മരുമകൾക്കും എല്ലാം അറിയാം. കണ്ണൻ സാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇവന് കൊടുത്തത് എന്ന് മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് കണ്ണൻ സാറ് അപകടനില തരണം ചെയ്തു എന്നും ഇനി കണ്ണൻ സാറ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയും മോൻ്റെയും മരുമകളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നും മാർക്കോ പറയുന്നുണ്ട്. ഏതായാലും എല്ലാം കേട്ട് ശരിക്കും നിയന്ത്രണം വിട്ട് പോവുകയാണ് ദുർഗ. തുടർന്ന് മാർക്കോയാണെങ്കിൽ ഉണ്ണിക്കിപ്പോൾ കനത്ത തിരിച്ചടി തന്നെ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും എല്ലാത്തിനും കൂട്ടുനിന്ന കരുണയുടെ കരണമടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കിടൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്